അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഏപ്രിൽ മാസം 25-ാം തീയതി പ്രായം കൊണ്ട് മുതിർന്നവർ നമ്മുടെ ബറക്കത്ത് എന്ന പ്രമേയമാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. ഭയഭക്തിയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അഥവാ അവകാശങ്ങൾ നേടിയെടുക്കുവാനായി നിങ്ങൾ മുന്നിൽ നിർത്തുന്ന അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. സത്യവിശ്വാസികളെ, ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പും ഇഴയടുപ്പവും നാഗരിക മൂല്യവും മനസ്സിലാക്കുവാൻ അവരിലെ ചെറുതലമുറ മുതിർന്നവരെ എങ്ങനെ പരിഗണിക്കുന്നുവെന്നും മുതിർന്നവരുടെ മഹത്വം ഏതുവിധേന അംഗീകരിക്കുന്നുവെന്നും പരിശോധിച്ചാൽ മതി. ഈ ഗുണങ്ങളാവട്ടെ നമ്മുടെ സാമൂഹിക പൈതൃക സംരക്ഷണത്തിൻ്റെ ഭാഗം എന്നതുപോലെ വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സന്ദേശവും ചര്യയുമാണ്. പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതിർന്നവരെ ആദരിക്കുകയും അവരോട് അനുകമ്പ പുലർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. മക്ക വിജയത്തിൻ്റെ നാളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വൃദ്ധനായ തൻ്റെ പിതാവിനെ ചുമലിലേറ്റി പ്രവാചക സന്നിധിയിൽ ഹാജരാക്കി. ആ രംഗത്തിനു സാക്ഷിയായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു: കാരണവരെ വീട്ടിൽ നിർത്തിയാൽ മതിയായിരുന്നല്ലോ, നാം അങ്ങോട്ടു ചെന്ന് കാണുമായിരുന്നല്ലോ എന്ന്. മുതിർന്നവരോട് നമുക്കുള്ള സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുവാനുള്ള പ്രവാചകരുടെ രീതി ഇങ്ങനെയായിരുന്നു. കരുണയും ബഹുമാനവും നിറഞ്ഞൊഴുകുന്നതായിരുന്നു പ്രവാചകരുടെ ശൈലി. ഈ പ്രവർത്തനങ്ങളിലൂടെ പ്രായാധിക്യമുള്ളവരുടെ സാന്നിധ്യം ആഘോഷിക്കപ്പെടേണ്ടുന്ന അന്തസ്സും സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഗാംഭീര്യവും സ്വർഗത്തിലേക്ക് വഴി നടത്തുന്ന വെളിച്ചവുമാണ് എന്ന് നമ്മെ പുണ്യപ്രവാചകർ പഠിപ്പിക്കുകയാണ്. വിശ്വാസി വൃദ്ധനായി നരബാധിക്കുമ്പോൾ അത് അന്ത്യനാളിൽ അവന് വെളിച്ചമായി മാറുമെന്ന് പ്രവാചകർ പറയുകയും ചെയ്തിട്ടുണ്ട്. വലിയവരെ നാം ആദരിക്കുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ആദരവും അവരെ ബഹുമാനിക്കുന്നത് സ്രഷ്ടാവിനെ ബഹുമാനിക്കുന്നതിന് തുല്യവുമാണ്. വിശുദ്ധ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഇന്ന മിൻ ഇജ്ലാലില്ലാഹ് ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം. വൃദ്ധനായ വിശ്വാസിയെ ആദരിക്കുന്നത് അള്ളാഹുവിനെ തന്നെ ആദരിക്കലാണ്. കാരണം അവർ സമൂഹത്തിൻ്റെ നെടുന്തൂണും നമ്മുടെയൊക്കെ വീടകങ്ങളുടെ ബറക്കത്തുമാണ്. പ്രവാചകർ ഓർമ്മപ്പെടുത്തി: അൽ ബറക്കത്തു മഅ അകാബിരിക്കും. നിങ്ങളിലെ മുതിർന്നവരോടുകൂടെയാണ് ബറക്കത്തുള്ളത്. അതെ, നമുക്ക് തണലായി മാറുന്നത് മുതിർന്നവരുടെ ബറക്കത്താണ്. അവരുടെ ഹിക്മത്താണ് നമ്മുടെ ബറക്കത്ത്. അവരുടെ അനുഭവ സമ്പത്താണ് നമ്മുടെ ഐശ്വര്യം. അവരുടെ പ്രാർത്ഥനകളാണ് നമുക്ക് കരുത്ത്. അവരുടെ സേവനങ്ങളാണ് നമ്മുടെ നാടിന് കാവലാകുന്നത്. അവരുടെ അലിവിലാണ് നാം അനുഗ്രഹീതരായി മാറുന്നത്. നാം ഊർജമാവാഹിക്കുന്ന മാതൃക അവരാണ്. നാം ദൃഢനിശ്ചയം കരസ്ഥമാക്കുന്ന ഉറവിടവും അവരാണ്. അവരിൽ നിന്നാണ് നാം സമർപ്പണം പഠിക്കുന്നത്. അവരുടെ ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും നമ്മിൽ പ്രതിബദ്ധതയുടെയും സമർപ്പണത്തിൻ്റെയും ആശയതലങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. അവരുടെ ഹിക്മത്ത് കൊണ്ട്, ഉൾക്കാഴ്ച കൊണ്ട് അവർ നമ്മെ സേവനത്തിൻ്റെയും നിരന്തര കർമ്മങ്ങളുടെയും വഴികൾ നമുക്ക് പ്രഭാപൂരിതമാക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ആചാരങ്ങളുടെയും സംരക്ഷകരും പൈതൃകത്തിൻ്റെ കാവൽക്കാരുമാണ് മുതിർന്നവർ. അതുകൊണ്ട് അവരുടെ മഹത്വം മനസ്സിലാക്കുകയും അവർക്ക് അർഹതപ്പെട്ടത് നൽകുകയും ചെയ്തവർക്കാണ് അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്തയുള്ളത്. നന്മ ചെയ്തവരോട് നന്മ തിരിച്ചു ചെയ്യുക എന്നത് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പാഠവുമാണ്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? സത്യവിശ്വാസികളെ, മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്: ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറന. നമ്മിലെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ
നമ്മിൽപ്പെട്ടവനല്ല. മക്കളും പേരമക്കളും തങ്ങളുടെ ഉപ്പമാരോടും ഉമ്മമാരോടും വല്യുപ്പമാരോടും വല്യമ്മമാരോടും ആദരവും ബഹുമാനവും കാണിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വയസ്സായ മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചോ താങ്കളോടൊപ്പമുണ്ടായാൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വാക്കുപോലും താങ്കൾ അവരോട് പറയരുത്. അവരോട് പരുഷമായി സംസാരിക്കരുത്. മാത്രമല്ല, അവരോട് ആദരവോടെ സംസാരിക്കുകയും വേണം. പ്രായമായ ഉപ്പയെ ആദരിക്കുകയും സ്നേഹബഹുമാനം കൊണ്ടവരെ പരിഗണിക്കുകയും പള്ളിയിലേക്ക് അവരുടെ കൈ പിടിക്കുകയും അവർ കഷ്ടപ്പെട്ട് കാലടി വയ്ക്കുമ്പോൾ ധൃതിയില്ലാതെ അവരോടൊപ്പം നിൽക്കുകയും മൃദുലമായി മാത്രം അവരോട് സംസാരിക്കുകയും സദസ്സുകളിൽ അവർക്കു മുൻഗണന നൽകുകയും അവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി അഭിപ്രായം പറയാതിരിക്കുകയും അത്തരം സന്ദർഭങ്ങളിൽ മൊബൈലിലോ മറ്റോ വ്യാപൃതരാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു മകനെ കാണുന്നത് എത്ര സന്തോഷകരമായ കാഴ്ചയാണ്. ആ രംഗം കണ്ടു നിൽക്കാൻ മനസ്സിന് എന്തൊരാനന്ദമാണ്. മുതിർന്നവരിയ്ക്കുന്ന ഒരു സദസ്സിൽ അവർ സംസാരിക്കുന്നതിനു മുന്നേ സംസാരിക്കാനാഞ്ഞ ഒരു ചെറുപ്പക്കാരനോട് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു: ഖബ്ബിർ ഖബ്ബിർ. അതായത് ആദ്യം വലിയവരെ സംസാരിക്കാൻ അനുവദിക്കൂ എന്ന്. നമ്മളെപ്പോഴും വയസ്സുകൊണ്ട് മുതിർന്നവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അവരുടെ അനുഭവ സമ്പത്തിനെ ആശ്രയിക്കുന്നുവെന്നും അവരുടെ സാന്നിധ്യമാണ് നമ്മുടെ ആനന്ദവും സന്തോഷവുമെന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും സ്വസ്ഥമായ ജീവിതത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും നാം ശ്രദ്ധാലുക്കളാണ് എന്നവർക്ക് ബോധ്യപ്പെടണം. എന്നും അവരെക്കുറിച്ച് ചോദിക്കണം. അവരെക്കുറിച്ച് അന്വേഷിച്ച് സമാധാനം കൊള്ളണം. മുഖത്ത് നോക്കി പുഞ്ചിരിക്കണം. അവർക്ക് സന്തോഷം പകരണം. അത് അവരിഷ്ടപ്പെടുന്ന കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ നൽകിയോ അവരുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടോ അവരുടെ ഏകാന്തതയ്ക്ക് ശമനമാകുന്ന ഒരു ചെറു സന്ദർശനം കൊണ്ടോ ഒരു ഫോൺ കോൾ വഴിയോ എങ്ങനെയുമാവാം. അവയിലെല്ലാം ആദരവിൻ്റെ ഇഷ്ടത്തിൻ്റെ സന്ദേശമുണ്ട്. സ്വന്തം മകനോ പേരമകനോ ഉപ്പയോടോ വല്യുപ്പയോടോ കയർത്ത് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ സംസാരം ശ്രദ്ധിക്കാതിരിക്കുന്നതും അവരുടെ വാക്കുകളെ പരിഹസിക്കുന്നതും അവർക്ക് സേവനം ചെയ്യുന്നതിൽ മടുപ്പു കാണിക്കുന്നതും അവരോടൊപ്പം ഇരിക്കുന്നതിൽ അസ്വസ്ഥനാവുന്നതും അവരുടെ മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും അവരുടെ ഹൃദയം വേദന കൊണ്ട് ഞെരുക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നു നാം മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം വിശുദ്ധ പ്രവാചകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന മാതാപിതാക്കളോടുള്ള നന്ദികേടാണ് എന്ന് നമ്മൾ എന്തേ മറന്നുപോകുന്നത്? വിശുദ്ധ പ്രവാചകർ നൽകിയിരിക്കുന്ന ശക്തമായ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ. മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ, മുതിർന്നവരുടെ കാര്യത്തിൽ നമുക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കാം. അവർക്ക് പരമാവധി നന്മ ചെയ്യാം. അപ്പോഴേ നാം വയസ്സന്മാരായാൽ അല്ലാഹു നമുക്ക് നന്മ ചെയ്യൂ. കാരണം ഇന്നു നാം ചെയ്യുന്ന നന്മയെന്നാൽ നാം കൊടുത്തിടുന്ന കടമാണ്. നാം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളും പരിഗണിക്കപ്പെടുക. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മുതിർന്നവരോടൊപ്പം ഇരിക്കുന്നതിന് വലിയ നേട്ടമുണ്ട്. നാം അത്തരം മജ്ലിസുകളിൽ പങ്കാളികളാവുകയും നമ്മുടെ മക്കളെ അവിടെ പങ്കെടുപ്പിക്കുകയും ചെയ്യുക. മുതിർന്നവരോട് ഇടപഴകേണ്ട രീതിയും ശൈലിയും അവരെ പഠിപ്പിക്കുക. അവരോട് സലാം പറയുവാനും അവരെ ആദരിക്കുവാനും അവരുടെ മഹത്വം അംഗീകരിക്കുവാനും നമ്മുടെ മക്കളെ നാം ശീലിപ്പിക്കുക. പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, യുസല്ലിമു സഗീറു അലൽ കബീർ. അതായത് ചെറിയവർ മുതിർന്നവരോട് സലാം പറയണമെന്ന്. സംസാരത്തിലെ നല്ല ശീലങ്ങളും മര്യാദകളും നാം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്: അദ്ദേഹം ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു സദസ്സിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രവാചകർ
ഇങ്ങനെ ചോദിച്ചത്. സത്യവിശ്വാസിയെ ഉപമിക്കാവുന്ന ഒരു മരമുണ്ട്, അത് ഏതാണെന്നറിയാമോ? ഈ സംഭവം ഓർത്തെടുത്തുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നത്, അതിൻ്റെ ഉത്തരം ഈന്തപ്പനയാണെന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആ സദസ്സിലെ എല്ലാവരും എന്നേക്കാൾ പ്രായമുള്ളവരാണ്, മുതിർന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. നമ്മളും നമ്മുടെ മക്കളെ മുതിർന്നവരോട് കൂടെ ഇരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾപ്പിക്കുക, അവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് ഉപകാരം നേടാൻ പ്രചോദിപ്പിക്കുക. മൂല്യങ്ങളിലും ധാർമ്മികതയിലും അവരെ പിന്തുടരുവാനും അവരുടെ പ്രാർത്ഥന അപേക്ഷിക്കുവാനും നാം മക്കളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ മുൻഗാമികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഗുണഗണങ്ങൾ നമ്മുടെ മക്കൾക്ക് നാം വിവരിച്ചു കൊടുക്കുക. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മക്കളെ ഉപദേശിക്കുക. കാരണം നമ്മുടെ ഉപ്പമാർക്കും വല്യുപ്പമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അവരോടുള്ള കടപ്പാടിൻ്റെയും പ്രതിബദ്ധതയുടെയും ഭാഗമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.